Good day to all of you. Welcome to Easy Physics. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്ക് എനർജി പവർ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഓൾറെഡി നമ്മൾ വർക്കിനെ കുറിച്ചും രണ്ട് ഫോംസ് ഓഫ് മെക്കാനിക്കൽ എനർജിനെ കുറിച്ചും പഠിച്ചു. എന്താണ് രണ്ട് ഫോംസ് ഓഫ് മെക്കാനിക്കൽ എനർജി? കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഇന്ന് പഠിക്കാൻ പോകുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് സേസ് ദാറ്റ് എനർജി can neither be created nor be destroyed. ഈ യൂണിവേഴ്സിലുള്ള ഒരു ഫോം ഓഫ് എനർജിയും, നോട്ട് ഓൺലി മെക്കാനിക്കൽ എനർജി, ഓക്കെ, നമ്മളുടെ മെയിൻ ഫോക്കസ് ക്ലാസ് 9th ടോപ്പിക്കിൽ മെക്കാനിക്കൽ എനർജിയാണ്. പക്ഷേ ഈ കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ഫിനോമിനയാണ്. പല ടൈപ്സ് ഓഫ് എനർജി ഉള്ളത് നമുക്കറിയാം. ഇലക്ട്രിക്കൽ എനർജി, ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് എനർജീസ് ഉണ്ട്. ഒരു എനർജീനെ നമുക്ക് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് നമുക്കൊരു എനർജീനെ പ്രൊഡ്യൂസ് ചെയ്യാനോ പറ്റില്ല. എപ്പോഴും എനർജി ട്രാൻസ്ഫോർമേഷൻസ് പോസിബിൾ ആണ്. അതായത് നമുക്ക് ഒരു ബൾബിന്റെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഉണ്ടാവുന്നുണ്ട്. അത് ലൈറ്റ് പെട്ടെന്ന് ഒന്നുമില്ലായ്മയെന്ന് ഉണ്ടാവുന്നതല്ല. അവിടെ ഒരു ഇലക്ട്രിക്കൽ എനർജി പാസ് ചെയ്തിട്ടാണ് ലൈറ്റ് ഉണ്ടായത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി ഈസ് ബീൻ കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് എനർജി എല്ലായിടത്തും. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഹൈഡ്രോ പവർ പ്ലാന്റ്സിൽ എങ്ങനെയാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ആദ്യം നമ്മൾ വെള്ളം ഡാംസിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ആവുന്ന സമയത്ത് ഷട്ടർ ഓപ്പൺ ചെയ്ത് വെള്ളത്തിന് ടർബൈൻസിന്റെ മുകളിലോട്ട് വീഴുന്ന രീതിയിൽ ഷട്ടർ ഓപ്പൺ ചെയ്യും. അപ്പോൾ ടർബൈൻസ് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത്. അവിടെ പല രീതിയിലുള്ള എനർജി ട്രാൻസ്ഫർമേഷൻസ് നടക്കുന്നുണ്ട്. അതായത് ഡാംസിൽ വളരെ ഹൈറ്റിലാണ് നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യുന്നത്, അല്ലേ? ആ സമയത്ത് വെള്ളത്തിനുണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് പൊട്ടൻഷ്യൽ എനർജി. കാരണം നമ്മൾ പഠിച്ചു, ഏതൊരു വസ്തുവും ഭൂമിക്ക് മുകളിൽ ഒരു ഹൈറ്റിൽ വെക്കുകയാണെങ്കിൽ ഇറ്റ് പൊസസ് some energy and that energy is called as potential energy. അപ്പോൾ ഇവിടെ ഡാമിൽ വെള്ളം സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാവുന്ന എനർജി ഇസ് പൊട്ടൻഷ്യൽ എനർജി. ഇനി നമ്മൾ ഷട്ടർ ഓപ്പൺ ചെയ്ത് വെള്ളത്തിന് ഫ്ലോ ചെയ്യിപ്പിക്കുകയാണെന്ന് വിചാരിക്കാം. മൂവിങ് വാട്ടറിനുണ്ടാവുന്ന എനർജി എന്താണ്? കൈനറ്റിക് എനർജി. അപ്പോൾ വെള്ളം താഴേക്ക് ഫ്ലോ ചെയ്യുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി ഈസ് ബീൻ ട്രാൻസ്ഫോംഡ് ഇൻ ടു കൈനറ്റിക് എനർജി. ഇനി ഈ കൈനറ്റിക് എനർജിയാണ് ടർബൈൻസിനെ റൊട്ടേറ്റ് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ എല്ലായിടത്തും ട്രാൻസ്ഫർമേഷൻസ് ഓഫ് എനർജി ക്യാൻ ബി പോസിബിൾ, ബട്ട് യു വിൽ നോട്ട് ബി ഏബിൾ ടു പ്രൊഡ്യൂസ് എനർജി ഫ്രം നോവെയർ. That's what law of conservation of energy says. ക്ലാസ് 9th നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ എനർജി ട്രാൻസ്ഫറിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഒരു ബോള്, ഈ ബോള് നമ്മൾ മുകളിലോട്ട് എറിഞ്ഞു, ആ ബോൾ ഡെഫിനറ്റ്ലി താഴേക്ക് വരും, അല്ലേ? ആ സമയത്ത് ഇതിന് രണ്ട് ഫോംസ് ഓഫ് എനർജിയാണ് മെയിൻലി ഉള്ളത്. ഒന്ന് കൈനറ്റിക് എനർജി, രണ്ടാമത്തേത് പൊട്ടൻഷ്യൽ എനർജി. ഒരു ഹൈറ്റിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് താഴേക്ക് ഇടുന്ന സമയത്ത് അറ്റ് എവറി പോയിന്റ് ഓൺ ഇറ്റ്സ് പാത്ത്, ഏതൊരു പോയിന്റിൽ നോക്കുവാണെങ്കിലും അതിൻ്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. പക്ഷെ ഓരോ സ്ഥലത്തും നമ്മൾ പൊട്ടൻഷ്യൽ എനർജി സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ ഡിഫറൻസ് ഉണ്ടാവും. കൈനറ്റിക് എനർജി സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്താലും അതിലും ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കാം. പക്ഷെ ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പ്രൂഫായിട്ടൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് നമുക്ക് മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ പ്രൂവ് ചെയ്യാന്നുള്ളത്? അത് നമുക്ക് മാത്തമാറ്റിക്കലി ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഒരു ബോൾ തന്നെ എടുക്കാം. ഇറ്റ് ഈസ് ഹാവിങ് എ മാസ് m. ആദ്യം അതൊരു ഹൈറ്റ് h എന്ന് പറയുന്ന ഒരു ഹൈറ്റിലാണ് അത് വെച്ചിട്ടുള്ളതെന്ന് വിചാരിക്കാം. ഇനി ഈ ബോൾ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഓരോ ഡിഫറെൻറ്റ് പോയിന്റ്സ്, നമ്മളിവിടെ 3 പോയിന്റ്സ് കൺസിഡർ ചെയ്യും. ഒന്ന് മാക്സിമം ഹൈറ്റ് എ എന്ന് പറയുന്ന പോയിന്റ്, രണ്ടാമത് ഒരു ഇന്റർമീഡിയറ്റ് പൊസിഷൻ, ആ ബി എന്ന് പറയുന്ന പൊസിഷൻ ഏത് വേണമെങ്കിലും ആവാട്ടോ. ആ ബോള് അവിടുന്ന് ഡ്രോപ്പ് ചെയ്ത് ബിയിലെത്തുമ്പോഴുള്ള ടോട്ടൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ ഏറ്റവും ഗ്രൗണ്ട് ലെവലിലുള്ള ടോട്ടൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം വെദർ വി ആർ ഗെറ്റിംഗ് എനർജീസ് at points A, B and C are constant or not. Okay, constant ആണെങ്കിൽ നമ്മളുടെ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഈസ് പ്രൂവ്ഡ് കറക്റ്റ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു ബോളാണ് കൺസിഡർ ചെയ്തത്. അതിൻ്റെ മാസ് m ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഓരോരോ പൊസിഷനിലുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജി കണ്ടുപിടിക്കാം. ആദ്യം അറ്റ് പോയിന്റ് എ, ബോൾ എ എന്ന് പറയുന്ന പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ നമുക്ക് എല്ലാം അറിയാം വെലോസിറ്റി 0 ആയിരിക്കും, അല്ലേ? വെലോസിറ്റി 0 ആവുമ്പോൾ
കൈനറ്റിക് എനർജിയുടെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കണം. കാരണം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ½ mv² ആണ്. v 0 ആവുമ്പോൾ കൈനറ്റിക് എനർജി 0 ആവും. ഇനി ഈ ബോള് എച്ച് എന്ന് പറയുന്ന ഒരു ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഇസ് mgh. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എനർജി ഇസ് ഗോയിങ് ടു ബി ഈക്വൽ ടു mg ഇൻറ്റു ക്യാപിറ്റൽ എച്ച്. ഇനി നമുക്ക് കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. കൈനറ്റിക് എനർജി ഞാൻ പറഞ്ഞു മാക്സിമം ഹൈറ്റിലായതുകൊണ്ട് തന്നെ അതിൻ്റെ വെലോസിറ്റി 0 ആണ്, കൈനറ്റിക് എനർജിയും 0 ആയിരിക്കും. ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് വെച്ചാൽ എന്താണ്? സം ഓഫ് പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക് എനർജി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് mgh എന്നാണ്. അപ്പോൾ പോയിന്റ് എയിൽ നമുക്ക് കിട്ടിയ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് mgh. ഇനി പോയിന്റ് ബിയിൽ കണ്ടുപിടിച്ച് നോക്കാം. അതിനുവേണ്ടി ഈ ബോള് എയിൽ നിന്ന് ബിയിലോട്ട് ഡ്രോപ്പ് ചെയ്തു. ബി എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ടിൽ നിന്ന് സ്മോൾ എച്ച് എന്ന് പറയുന്ന ഹൈറ്റിലാണ്. അതുകൊണ്ട് തന്നെ എയിൽ നിന്ന് ബിയിലോട്ട് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അത് എത്ര ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരിക്കും? ഈ ഒരു ഹൈറ്റ് എച്ച് ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്മോൾ എച്ച് ആണ്. അപ്പോൾ റിമൈനിങ് ഹൈറ്റ് എന്ന് പറയുന്നതാണ് ആ ബോള് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. അതായത് ക്യാപിറ്റൽ എച്ച് മൈനസ് സ്മോൾ എച്ച് ആണ്. ഓക്കെ, അപ്പോൾ ബോൾ ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ സ്മോൾ എച്ച് എബവ് ദ ഗ്രൗണ്ട് ആണ് അല്ലേ? അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് mgh വെച്ച് പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാം. ഇറ്റ് ഈസ് mg ഇൻറ്റു സ്മോൾ എച്ച്. കാരണം ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറ്റ് എ ഹൈറ്റ് സ്മോൾ എച്ച് എബവ് ദ ഗ്രൗണ്ട്. അപ്പോൾ അതാണ് പൊട്ടൻഷ്യൽ എനർജി. ഇനി കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ½ mv² ആണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിലുള്ള വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ഈ വസ്തു ഫ്രീ ഫോളിലാണ്. ഫ്രീ ഫോൾ എന്ന് വെച്ചാൽ ആക്സിലറേഷൻ വിൽ ബി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഇവിടെ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് v² മൈനസ് u² ഈക്വൽ ടു 2gs എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാം. v² മൈനസ് u എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി അത് 0 വെലോസിറ്റി ആയിരുന്നു അല്ലേ? കാരണം ഒബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്യാണ്. അപ്പോൾ v² മൈനസ് 0² ആണ്. അതുകൊണ്ടാണ് ഞാൻ u² എഴുതാതിരുന്നത്. 2g ഇൻറ്റു എത്രത്തോളം ഡിസ്റ്റൻസ് ആണത് ട്രാവൽ ചെയ്തത്? h മൈനസ് h എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തത്. നമ്മളിവിടെ ഉപയോഗിച്ച ഫോർമുല v² മൈനസ് u² ഈക്വൽ ടു 2gs എന്നാണ്. ഇവിടെ u 0 ആണ്, എസിന് പകരം ഞാൻ ഈ h മൈനസ് h എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് എഴുതിയത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ v² കിട്ടിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ v²ന്റെ പ്ലേസിൽ നമുക്ക് ഈ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഈ ഹാഫും 2ഉം ക്യാൻസൽ ആയി പോവും. ബാക്കിയുള്ളത് എന്താണ്? mg ഇൻറ്റു ക്യാപിറ്റൽ എച്ച് മൈനസ് mg ഇൻറ്റു സ്മോൾ എച്ച്. ഇതാണ് കൈനറ്റിക് എനർജി ആയിട്ട് കിട്ടിയത്. അപ്പോൾ ബി എന്ന് പറയുന്ന പൊസിഷനിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കിട്ടി, കൈനറ്റിക് എനർജിയും കിട്ടി. അപ്പൊ എങ്ങനെയാ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുക? ഇതിന്റെ രണ്ടിനെ സം എടുത്താൽ മതി. അപ്പോൾ mgh പ്ലസ് mgh മൈനസ് mgh. അപ്പോൾ ഇവിടെ ഈ mghഉം മൈനസ് mgഹും ക്യാൻസൽ ആയി പോയിട്ട് ടോട്ടൽ മെക്കാനിക്കൽ എനർജി അറ്റ് പോയിന്റ് ബിയും നമുക്ക് കിട്ടിയത് mg ക്യാപിറ്റൽ എച്ച് എന്നാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അറ്റ് പോയിന്റ് എയിലും നമുക്ക് കിട്ടിയത് ഈ സെയിം വാല്യൂ തന്നെയായിരുന്നു. അപ്പോൾ എയിലും ബിയിലും ടോട്ടൽ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് സിയിലും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇഫ് ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ then we can prove that conservation of mechanical energy is correct here. Okay. അതിനുവേണ്ടി സിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ബോൾ എയിലായിരുന്നു, അത് സി എന്ന് പറയുന്ന പൊസിഷനിലോട്ട് ഡ്രോപ്പ് ചെയ്തു. അപ്പൊ എത്ര ഡിസ്റ്റൻസ് ആണ് അത് ട്രാവൽ ചെയ്തത്? ഈ എച്ച് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ഇപ്പോൾ ബോളിന്റെ പൊസിഷൻ ഗ്രൗണ്ട് ലെവലിലാണ്. എന്ന് വെച്ചാൽ ബോള് എർത്തിന്റെ സർഫസിലാണ്. ഇറ്റ് ഈസ് നോട്ട് എബവ് ദ സർഫസ് ഓഫ് എർത്ത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. കാരണം എച്ച് 0 ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി 0. കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും നമുക്ക് ഈ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എഗെയിൻ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫോർമുല v² മൈനസ് u² ഈക്വൽ ടു 2gs ആണ്. എല്ലാവർക്കും അറിയാം u 0 ആണ്. കാരണം ഒരു വസ്തു മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. g ഇൻറ്റു എസ് എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസ് ആണ് അത് ട്രാവൽ ചെയ്തത്? എയിൽ നിന്ന് സിയിൽ എത്താൻ വേണ്ടി അത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? v² ഈക്വൽ ടു 2gh എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ v²ന്റെ പ്ലേസിൽ നമുക്ക് ഈ 2gh സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഈ ഹാഫും 2ഉം ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന കൈനറ്റിക് എനർജിയുടെ വാല്യൂ ഇസ് mgh. ഇനി നമുക്ക് ടോട്ടൽ മെക്കാനിക്കൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാ? പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും കൂടെ ആഡ് ചെയ്യാം. ഇറ്റ് വിൽ ബി mgh ഓൺലി. കാരണം പൊട്ടൻഷ്യൽ എനർജി 0 ആണ്.
അപ്പോൾ റീകോൾ, നമുക്ക് പൊസിഷൻ എയിൽ കിട്ടിയത് ടോട്ടൽ എനർജി mgh ആണ്, ബിയിൽ കിട്ടിയത് mgh ആണ്, സിയിലും കിട്ടിയത് mgh തന്നെയാണ്. അതായത് എല്ലാ പൊസിഷനിലും ടോട്ടൽ മെക്കാനിക്കൽ എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ്. പക്ഷേ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എയിൽ ഏറ്റവും കൂടുതലായിരുന്നു, ബിയിൽ വന്നപ്പോൾ അത് കുറഞ്ഞു, സിയിൽ വന്നപ്പോൾ 0 ആയി. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്കൊരു വസ്തു ഇടുന്ന സമയത്ത് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. അതേസമയം കൈനറ്റിക് എനർജിയോ എയിൽ 0 ആയിരുന്നു, ബി ആയപ്പോൾ കുറച്ചും കൂടെ കൂടി, സി ആയപ്പോൾ ഏറ്റവും കൂടുതലായി അല്ലെ. അപ്പോൾ ഒരു വസ്തു മുകളിൽ നിന്ന് താഴേക്ക് ഇടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കീപ്പ് ഓൺ ഡിക്രീസിങ് ബട്ട് കൈനറ്റിക് എനർജീസ് കീപ്പ് ഓൺ ഇൻക്രീസിങ്. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ആണ് കൈനറ്റിക് എനർജി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. ഈ കൺസർവേഷൻ ഓഫ് എനർജിക്ക് നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വരയ്ക്കാം. അതായത് എനർജി വേഴ്സസ് ഹൈറ്റ് എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. ബോൾ നമ്മളൊരു മാക്സിമം ഹൈറ്റ് നിന്നാണ് ഡ്രോപ്പ് ചെയ്തത് അല്ലെ. അപ്പൊ ക്യാപിറ്റൽ എച്ച് എത്രയാണ് പൊട്ടൻഷ്യൽ എനർജി വരുന്നത്? മാക്സിമം ആയിരുന്നു. 0 ഹൈറ്റിൽ വരുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ കർവ് എങ്ങനെയാ പോകുന്നത്? ഇങ്ങനെ കുറഞ്ഞു വരുന്നു. ഈ ബ്ലൂ കർവാണ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ. അതേസമയം ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ കൈനറ്റിക് എനർജി 0 ആയിരുന്നു, പക്ഷെ 0 പൊസിഷനിൽ കൈനറ്റിക് എനർജി മാക്സിമം ആയി. ഏതൊരു പൊസിഷനിൽ നോക്കുവാണെങ്കിലും ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ ബ്ലൂ ലൈൻ ആണ് പൊട്ടൻഷ്യൽ എനർജിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ ഓറഞ്ച് കളർ ലൈൻ ആണ് കൈനറ്റിക് എനർജിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ ടോട്ടൽ എനർജി റെപ്രസെന്റഡ് ബൈ ദ യെല്ലോ ലൈൻ. അത് ഒരു കോൺസ്റ്റന്റ് ആണ്. എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഏത് പൊസിഷനിലാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുന്നത് എന്ന് നോക്കാം. ഈക്വൽ ആവുന്നത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ രണ്ട് ലൈൻസ് മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഹാഫ് ദ ഹൈറ്റിലായിരിക്കും അല്ലെ. എത്രയാണോ ടോട്ടൽ ഹൈറ്റ് അതിന്റെ ഹാഫിലാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആയിട്ട് വരുന്നത്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും നല്ല വൃത്തിയായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് പഠിച്ചത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ ഒരു ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റിന്റെ എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജിയുടെ പ്രൂഫും കൂടെ പഠിച്ചു. എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ കേട്ടോ. ഐ വിൽ ബി ഹാപ്പി ടു ക്ലിയർ യുവർ ഡൗട്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.